എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡിനെ കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ബനാന ആയിരിക്കും അല്ലേ? എന്നെപ്പോലെ ബനാനയിൽ പൊട്ടാസ്യം ഉണ്ടെന്ന് വിചാരിച്ച് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഞാനിപ്പോൾ ബനാന കഴിക്കുന്നത് കുറച്ച് കേട്ടോ, കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബനാനേക്കാളും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ വേറെ ഉണ്ടെന്ന്. അതിലൊന്നാമത്തേതാണ് അവോക്കാഡോ. അവോക്കാഡോ നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടില്ലെങ്കിലും കണ്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ മിക്ക തന്നെ ഷോപ്പിംഗ് മോളിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇനി അത് കാണുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കുക. ഒരു ഫുള്ള് അവോക്കാഡോ കഴിക്കുമൊന്നും വേണ്ട, അതിൻ്റെ ഹാഫ് നിങ്ങൾ കഴിച്ചാൽ മതി. ഹാഫ് അവോക്കാഡോ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് 345 മില്ലിഗ്രാം പൊട്ടാസ്യമാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായതിൻ്റെ 7% ഓഫ് പൊട്ടാസ്യം നമുക്ക് ഒരു ഹാഫ് അവോക്കാഡോയിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 4 അവോക്കാഡോ കഴിച്ച് കഴിഞ്ഞാൽ എന്തോരം കിട്ടും? 4 അവോക്കാഡോ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50% ഓഫ് ഡെയിലി വാല്യൂ നമുക്ക് കിട്ടുന്നു. പച്ചക്കറി കടകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്നു. ഒരു 1 കപ്പ് സെർവിങ് ഓഫ് സ്മാഷ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് ഒരു ചെറിയ കപ്പിനകത്ത് വേവിച്ച് ഉടച്ച മധുരക്കിഴങ്ങിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയൂ? 16% പൊട്ടാസ്യവും ഒരു 200% ഓഫ് ഡെയിലി വാല്യൂ ഓഫ് വൈറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട്. ഇത് ചീരയിലയാണ് കേട്ടോ. ചീരയില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള ചീരയിലകളുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഒരു ചെറിയ കപ്പ് ചീരയിലക്കകത്ത് സ്പിനാഷ് എന്നാണ് പറയുന്നത്, അതിന് 12% ഓഫ് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് വൈറ്റമിൻ എ, ഫോളേറ്റ്, മഗ്നീഷ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, പോപ്പോയ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ചീരയാണ് എൻ്റെ ആരോഗ്യം, അതിലാണ് എൻ്റെ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ട് ചീര കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കാർട്ടൂണാണെങ്കിൽ അതിനകത്ത് പറയുന്നതൊക്കെ ശരിയാണ്. ചീര കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മുട്ടയൊക്കെ ആഡ് ചെയ്തിട്ട് ടേസ്റ്റി ആക്കിയതിന് ശേഷം കഴിക്കാവുന്നതാണ്. അടുത്തത് തണ്ണിമത്തങ്ങ അഥവാ വാട്ടർ മെലൺ. നമ്മൾ എങ്ങനെയാണ് തണ്ണിമത്തങ്ങ കട്ട് ചെയ്യാറുള്ളത്? നിങ്ങൾ പിരമിഡിൻ്റെ ഷേപ്പിൽ തണ്ണിമത്തങ്ങ കട്ട് ചെയ്ത് കഴിക്കാറുണ്ടോ? അതായത് ഒരു ത്രികോണ ഷേപ്പിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 കട്ടിങ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന 40% ഓഫ് ഡെയിലി വാല്യൂ ആണ്. 14% പൊട്ടാസ്യം തണ്ണിമത്തങ്ങയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് വളരെയധികം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് അത്യാവശ്യമായ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ മുറിവുകളൊക്കെ ഉണങ്ങാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തണ്ണിമത്തങ്ങ നിങ്ങളുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുക. ഇത് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഒന്നാണ് കരിക്കും വെള്ളം അല്ലെങ്കിൽ തേങ്ങാ വെള്ളം. ഒരു കപ്പ് കരിക്കും വെള്ളത്തിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് 13% പൊട്ടാസ്യമാണ്. കൂടാതെ ഇതിനകത്ത് മഗ്നീഷ്യം, സോഡിയം, മാംഗനീസ് മുതലായവയും അടങ്ങിയിരിക്കുന്നു. 35-50 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പൊട്ടാസ്യം കണ്ടൻറ്റ് ഹെൽത്ത് ഡ്രിങ്ക് ആണ് കേട്ടോ കരിക്കുംവെള്ളം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇനി കാണുമ്പോൾ മേടിച്ചു കുടിക്കുക, നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക. അടുത്തത് ബീൻസാണ്. വൈറ്റ് ബീൻസിനകത്താണ് കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. ഏകദേശം 21% ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യം വൈറ്റ് ബീൻസിൽ അടങ്ങിയിരിക്കുന്നു. ബ്ലാക്ക് ബീൻസിനകത്താണെങ്കിലും 13% ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബീൻസ് നമ്മുടെ ആഹാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാക്കുക. ഇതിനകത്ത് പറയുന്ന ബീൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ബീൻസ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീൻസ് എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. എന്നാലും നമ്മുടെ നാട്ടിലെ ബീൻസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് പച്ച നിറത്തിലുള്ളൊരു ബീൻസാണ്. പിന്നെ കൂടാതെ പയറുവർഗ്ഗങ്ങളും ഇവർ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ലെഗ്യൂംസ്, അതായത് പയറുവർഗ്ഗങ്ങളെല്ലാം ഇതിനകത്ത് പെടും. കടല, സോയാബീൻ, പീനട്ട്, പരിപ്പ്, ഇതൊക്കെ ലെഗ്യൂംസിൽ വരുന്നതാണ്. ഒരു കപ്പ് പരിപ്പിനകത്ത് വരുന്ന എന്താണ് 15% ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യം ഒരു കപ്പ് പരിപ്പിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കൂടുതലും കറിയായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് കടല, സോയാബീൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന 19%
ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യമാണ്. കടലയ്ക്കകത്ത് 10% ഡെയിലി വാല്യൂ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അടുത്തത് നിലക്കടലയാണ്. നിലക്കടല നമ്മളെല്ലാവരും മേടിച്ച് കഴിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇനി വഴിയരികിലൊക്കെ നിലക്കടല നിൽക്കണ കാണുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ 10 രൂപ കൊടുത്ത് മേടിച്ച് കഴിച്ചോളുക. കാരണം നിലക്കടലയ്ക്കകത്തും പൊട്ടാസ്യം ഉണ്ട്. അത് വളരെ ഹൈ ആണ്. 23% ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യം നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നുണ്ട്? നിലക്കടലയ്ക്കകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിലക്കടല ഡയലറ്റ് കഴിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലക്കടല വെച്ചിട്ടുള്ള മിഠായി, അതായത് നിലക്കടലയും ശർക്കരയും വെച്ചിട്ടുള്ള കടല മിഠായി മേടിച്ച് കഴിക്കാം. അതുപോലെ കടല മുളപ്പിച്ച് കഴിക്കുന്ന നല്ലതാണ്. എന്നാലും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കടല പുട്ടും കടലയും അങ്ങനെ കഴിക്കാം. പുട്ടും പയറും അതൊക്കെ നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുന്നത് പൊട്ടാസ്യം കൂടുന്നതിന് വളരെയധികം സഹായിക്കുന്നു. അടുത്തത് ടൊമാറ്റോ പേസ്റ്റ്. നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരിക്കും ടൊമാറ്റോ പേസ്റ്റ്. 3 ടീസ്പൂൺ ഓഫ് ടൊമാറ്റോ പേസ്റ്റ് കണ്ടെയ്ൻസ് വൈറ്റമിൻ സി, പിന്നെ 10% ഓഫ് ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യം. അപ്പോൾ തക്കാളി ചില്ലറക്കാരനല്ല കേട്ടോ. ഒരിടയ്ക്ക് തക്കാളിയുടെ വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യാനും അടിയിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ടൊമാറ്റോ പേസ്റ്റ് നിങ്ങളുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുക. അത് ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയുന്നത് തക്കാളി നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കെച്ചപ്പും ഇതിനകത്ത് പെടും. ഫ്രഷായിട്ട് ടൊമാറ്റോ പേസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് ഉത്തമം. കാരണം ടൊമാറ്റോ കെച്ചപ്പൊക്കെ പ്രിസർവേറ്റീവ്സ് ചേർത്തതാണോ, എത്ര നാളായിട്ട് ഇരിക്കുന്നതാണോ, ഇതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രഷായിട്ട് ടൊമാറ്റോ പേസ്റ്റാക്കി ഉപയോഗിക്കാം. യൂട്യൂബിലൊക്കെ വളരെയധികം വീഡിയോസ് അവൈലബിൾ ആണ് എങ്ങനെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച്. ടൊമാറ്റോ പേസ്റ്റിനകത്ത് 10% ഓഫ് ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി കഴിക്കാനായിട്ട് മടി കാണിക്കരുത്. പണ്ടൊക്കെ കുട്ടികൾ തക്കാളി അതുപോലെ തന്നെ കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ വീടുകളിലൊക്കെ തക്കാളി മിഠായി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ള യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ബട്ടർനട്ട് സ്ക്വാഷ്. അതിന് നമ്മുടെ നാട്ടിൽ ഇതിന് പകരമായിട്ട് മത്തങ്ങയാണുള്ളത്. ഏകദേശം മത്തങ്ങ പോലൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണ് ബട്ടർനട്ട് സ്ക്വാഷ്. അപ്പോൾ മത്തങ്ങ നിങ്ങളുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുക. മത്തങ്ങ നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. മത്തങ്ങ എരിശ്ശേരി വെച്ച് കഴിക്കാറുണ്ട്. അതുപോലെ മത്തങ്ങ വിളയിച്ചത് ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരുതരം പലഹാരമാണ്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. ഇതിനകത്ത് അയൺ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ മത്തങ്ങ നിങ്ങളുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് എന്തോരം പൊട്ടാസ്യം ഉണ്ടെന്ന് നോക്കാം. 12% ഓഫ് ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യം മത്തങ്ങയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അതായത് ബട്ടർനട്ട് സ്ക്വാഷിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ, മഗ്നീഷ്യം എന്നിവയും ബട്ടർനട്ട് സ്ക്വാഷിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം മത്തങ്ങ നിങ്ങൾ ആഹാരത്തിൽ പച്ചക്കറിയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കൂടി കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് പോകുന്നതിന് ഇതിൻ്റെ കൂടെ സാധാരണയായിട്ട് നമ്മൾ ചേനയൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യാറുണ്ട്. വളരെ സ്വാദിഷ്ടമായൊരു പലഹാരമാണത്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി നമ്മളതിന് നാട്ടിൽ എരിശ്ശേരി എന്ന് പറയും. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഉരുളക്കിഴങ്ങിനെ കുറിച്ചാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിനകത്ത് ഏകദേശം 12% ഓഫ് ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കാലത്ത് പാവങ്ങളുടെ ആഹാരമായിരുന്നു പൊട്ടറ്റോ. നമ്മുടെ നാട്ടിലെല്ലാം ആഫ്രിക്കയിലും മറ്റും ഇപ്പോഴും അതേ എന്നാണ് തോന്നുന്നത്. അപ്പോൾ പൊട്ടറ്റോ നമുക്ക് പല രീതിയിൽ കഴിക്കാം. പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ പൊട്ടറ്റോ കുക്ക് ചെയ്ത് ഉടച്ചത്, അങ്ങനെ പൊട്ടറ്റോ കൊണ്ടുള്ള പലതരം പലഹാരങ്ങളുണ്ട്. ചിപ്സ്, ലേസൊക്കെ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് പലഹാരമാണ്. അപ്പോൾ പൊട്ടറ്റോ വെറും ചീളല്ല കേട്ടോ. പൊട്ടറ്റോയ്ക്കകത്ത് ഇത്രയധികം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ആപ്രിക്കോട്ടാണ്. ഒരു ഡ്രൈഡ് ആപ്രിക്കോട്ട് കണ്ടെയ്ൻ 16% ഓഫ് ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യം, വൈറ്റമിൻ എ ആൻഡ് ഫൈബർ. ഒരു കപ്പ് ബീറ്റ്റൂട്ടിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന 11% ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യമാണ്. കൂടാതെ ഇതിനകത്ത് നൈട്രേറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് വെസൽ ഫങ്ഷനെയും ഹാർട്ടിൻ്റെ ഹെൽത്തിനെയൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന മത്സ്യത്തെക്കുറിച്ചാണ്. മത്സ്യമില്ലാതെ ചോറ് കഴിക്കാത്തവരാണ് നമ്മളിൽ കൂടുതലും.
മത്സ്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഡ് എന്ന് പറയുന്ന മത്സ്യമുണ്ട്. അപ്പോൾ അതിന് മലയാളത്തിൽ എന്താ പറയുകയെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന 12% ഡെയിലി വാല്യൂ പൊട്ടാസ്യമാണ്. പിന്നെ ചാളയ്ക്കകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന 21% ഡെയിലി വാല്യൂ പൊട്ടാസ്യമാണ്. അതുപോലെ ട്യൂണ എന്ന് പറയുന്ന ചൂരയ്ക്കകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന 17% ഡെയിലി വാല്യൂ പൊട്ടാസ്യമാണ്. ഫാറ്റി ഫിഷ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒമേഗ 3 കൂടി അടങ്ങിയിട്ടുണ്ട്. ഗർഭിണികൾ ഒമേഗ 3 കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ബുദ്ധി വികാസത്തിന് വളരെയധികം സഹായകരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന മത്സ്യം ധാരാളമായിട്ട് കഴിക്കുക. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കാച്ചിൽ അല്ലെങ്കിൽ ചേന ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് 1 കപ്പ് വേവിച്ച കാച്ചിൽ അല്ലെങ്കിൽ ചേനയ്ക്കകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന 19% പൊട്ടാസ്യമാണ് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മാതള നാരങ്ങയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ രക്തക്കുറവ് വരുമ്പോൾ അതുപോലെ ഡെങ്കിപ്പനി വരുമ്പോഴൊക്കെ നമ്മൾ ധാരാളമായിട്ട് കഴിക്കാൻ പറയുന്ന ഒന്നാണ് മാതള നാരങ്ങ. രക്തക്കുറവിന് മാതള നാരങ്ങ കഴിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം മാതള നാരങ്ങയ്ക്കകത്ത് ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈറ്റമിൻ സിയുടെ കലവറയാണ് മാതള നാരങ്ങ. മഹാരാഷ്ട്രയിലേക്ക് താരതമ്യേന വില കുറച്ച് കിട്ടുന്ന ഈ പഴം നമ്മുടെ നാട്ടിൽ 120, 150, 200 അങ്ങനെയുള്ള റേഞ്ചിലാണ് കിട്ടുന്നത്. സാധാരണക്കാർക്ക് അത്ര അഫോർഡബിൾ അല്ലെങ്കിലും 1-2 മാതള നാരങ്ങയൊക്കെ നമ്മൾ മേടിച്ചിട്ട് തൊലി കളഞ്ഞ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പൊട്ടാസ്യത്തിൻ്റെ കലവറ എന്നറിയപ്പെടുന്നത് സോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അടുത്തത് സോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് 100% പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. 11% ഡെയിലി വാല്യൂ ഒരു 1 gram ഓഫ് സോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. പക്ഷേ കിഡ്നിക്കോ ലിവറിനോ തകരാറുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് കെയർഫുള്ളായിട്ട് വേണം. 1 കപ്പ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ അടങ്ങിയിരിക്കുന്നത് 10% ഡെയിലി വാല്യൂ ഓഫ് പൊട്ടാസ്യമാണ്. അതുപോലെ തന്നെ ക്യാരറ്റ്, ടൊമാറ്റോ ജ്യൂസ് ഇവയിലൊക്കെ വളരെയധികം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്നെനിക്കറിയാം. കാരണം പഴത്തെക്കാളും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഫുഡ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഏത്തപ്പഴം ഞാനിതിനകത്ത് പറഞ്ഞിട്ടില്ല. നേന്ത്രപ്പഴവും ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു ഉപകാരപ്പെട്ട വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. ഈ മിഠായിയുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? മാഷ്മാലോ എന്നാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു മിഠായിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് കൊടുത്ത് നോക്കണേ.